യാ മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇത് അല്ലാഹു വിളിപ്പിക്കുന്നതാണ്. കാരണം അല്ലാഹുവിനെ വിളിച്ച് 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 അല്ലാഹ് സ്നേഹിച്ചപ്പോൾ അല്ലാഹ് സ്നേഹിക്കൽ മാത്രമല്ല മറ്റുള്ളവരെ കൊണ്ട് സ്നേഹിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഒരു കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ നന്നാവാൻ രണ്ട് മാർഗമാണ്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് പറയാണ്, ഒരു മനുഷ്യൻ നന്നാവാൻ രണ്ട് മാർഗമാണ്. ഒന്ന് അള്ളയും റസൂലും പറഞ്ഞത് സ്വീകരിക്കുക, നിസ്കരിക്കുക, നോക്കുക, ചെയ്യുക, കഴിവിനും ശ്രദ്ധിക്കാത്തല്ലേ. അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും അള്ളാഹുവിന്റെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുകയും വേണം. ആ മഹാന്മാരെ സ്നേഹിക്കുക, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുകയും വേണമെന്നാണ് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ്. ആരാണ് മുഹയ്യിദ്ദീൻ ശൈഖ്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബഹുമാനൻ പറയുന്നു, നിന്റെ അറിവിൽ ഹയാത്ത് നിനക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സ്വാലിഹായ മനുഷ്യൻ ഇല്ല എന്ന് വിചാരിക്കാം. എന്നാൽ മരിച്ചവരടുക്കൽ പോയാ മതി എന്ന്. ഇതുകൊണ്ടിട്ടാണ് മഹാന്മാരായിരിക്കുന്ന എത്രയോ ഔലിയാക്കന്മാർ നമ്മൾ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ശൈഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന കരീമാജി, ഇതേപോലെ നമ്മൾ അറിയപ്പെടുന്ന എത്രയോ മഹാന്മാർ എത്ര സിയാറത്തുകളാണ് നടന്ന് 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 ചെയ്യുന്നത്. അവർക്ക് അവിടെ കുടിയിരുന്ന് അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരെ? അല്ല, അർഹമുർ റഹീമായ റബ്ബ് അതൊന്നും വേണ്ട എന്നല്ലേ. അള്ളാഹുവിനെ ഒരുത്തൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു തആല മറ്റുള്ളവരെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും ചെയ്യും. ഇതുകൊണ്ടിട്ടാണ് വിളിക്കുന്നതാണ്. അവർ പറയില്ലേ, വല്ല നിലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായുടെ ഉത്തീരം ചെയ്യും ഞാനെന്നോ എന്നാരും വൈദ്യസ് പറഞ്ഞു. അത് പറയാൻ പാടുണ്ടോ? വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂടെ ഉത്തിരം ചെയ്യും ഞാൻ എന്നവർ അവർക്കത് പറയാ. അത് ശിർക്കല്ല. കാരണം അഫ്ആലുൽ ഇഖ്തിയാർ എന്ന് പറഞ്ഞൊരു കഴിവ് അല്ലാഹു തആല ഔലിയാക്കന്മാർക്ക് അഫ്ആലുൽ ഇഖ്തിയാർ അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഖബറാണ്. നമ്മളിവിടെ ഒരു വലിയ തോട്ടമുണ്ട്, നമുക്ക് വിശ്വസ്തനായ ഒരു മുതലാളിനെ അത് നോക്കാൻ ഏൽപ്പിച്ചു. ഈ ഏൽപ്പിച്ചത് നോക്കുന്ന ആള് വന്നിട്ട്, അല്ല മുതലാളി, ഞാനവിടെ തയ്യിന്റെ കടക്കൊന്ന് കളപ്പിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ തോടൊന്ന് മാടിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ആ തെങ്ങൊന്ന് കയറിക്കട്ടെ ചോദിക്കണം. എന്റെ ആവശ്യമില്ല. അവര് അള്ളാഹുമായി ലയിച്ചവരാണ്. അങ്ങനെ എന്ന് പറഞ്ഞ കഴിവ് അല്ലാഹു തആല അവർക്ക് കൊടുക്കുക. ബഹുമാനപ്പെട്ട ശൈഖുന കരീമാജിനെ പറ്റി പറയുകയാണെങ്കിൽ അധികം അദ്ദേഹം ഞാൻ ചെറിയ ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ എഴുതി കൊടുത്തത്ര ആളെ എഴുതിയിട്ടില്ല. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അത് അംസല്ലാരും എഴുതി തന്ന് മുഴുവൻ എഴുതുകയാണെങ്കിൽ വരുത്ത് പൈസ ആവാണ്ടിരിക്കുന്നത്. അത് മുപ്പർക്കത് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടെ വളരെയധികം പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. പല രഹസ്യങ്ങളും പറയേണ്ടതുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ഈ സന്ദർഭത്തിൽ നമുക്ക് യോജിച്ചതല്ല. ആയതുകൊണ്ട് അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അർഹമുർ റഹീമീനായ റബ്ബ് നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും നമുക്ക് ബന്ധപ്പെട്ടവർ, മശായിഖുമാർ, ഉസ്താദുമാർ, അഖാരിബീങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും എല്ലാ വിധേയതയുള്ള ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരട്ടെ. അപകടങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന്, കുഴഞ്ഞു വീടുന്ന മരണങ്ങൾ, അതേപോലെ തന്നെ ക്യാൻസർ രോഗങ്ങൾ, ഇതേപോലുള്ള ഭയങ്കരമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളൊക്കെ രക്ഷിക്കട്ടെ. പടച്ചവൻ നമ്മളെയും നമ്മളെ കുടുംബങ്ങളെ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖുമാർ, ഉസ്താദന്മാർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മളെ പല നിലക്ക് സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവരെ എല്ലാവരെയും അല്ലാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി റബ്ബിനെ കാണാനുള്ള തൗഫീഖ് അല്ലാഹ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർമ്മിച്ച് ബഹുമാനപ്പെട്ട